നമസ്കാരം, ഞാൻ അലിസൺ ബിജി, അമൃത ഹോസ്പിറ്റൽ കൊച്ചി ഡിപ്പാർട്ട്മെന്റ് സ്പീച്ച് പത്തോളജി ആൻഡ് ഓഡിയോളജിയിൽ ഓഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ലോക കേൾവി ദിനമാണ്. ഇത്തവണത്തെ ലോക കേൾവി ദിനത്തിന്റെ മെസ്സേജ് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും കേൾവി പരിചരണം എന്നുള്ളതാണ്. നമ്മൾ പല പഠനങ്ങളും നടത്തി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഓൾമോസ്റ്റ് 90 മില്യൺ കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് 60% ഓഫ് ഹിയറിംഗ് ലോസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അത് കൃത്യസമയത്ത് നടന്നിട്ടില്ല. പലപ്പോഴും കുട്ടികൾ നമ്മൾ കണ്ടുവരുന്നൊരു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് അത് കേൾവിക്കുറവ് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഡിലേഡ് ആയിട്ടാണ് എന്നുള്ളതാണ്. ഈ കേൾവിക്കുറവിൻ്റെ കുട്ടികൾ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ പേര് വിളിക്കുമ്പോൾ വിളി കേൾക്കാതിരിക്കുക. രണ്ട്, ക്ലാസ് റൂമിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾ ശ്രദ്ധക്കുറവുള്ളതുപോലെ തോന്നുക, വളരെ പുവർ ആയിട്ടുള്ള അക്കാഡമിക് പെർഫോമൻസ് കാണുക. മൂന്ന്, ടി വി ഒക്കെ വെച്ച് നമ്മൾ കാണുമ്പോൾ ടിവിയുടെ വോളിയം വളരെ കൂട്ടി വെക്കുന്നതായിട്ട് കാണുക. പിന്നെ അഞ്ച്, ഇടയ്ക്കിടയ്ക്ക് ഇയർ ഇൻഫെക്ഷൻസ് വരിക. ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ട് നിങ്ങളുടെ കുട്ടിയിൽ എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ട് ഒരു കേൾവി പരിശോധന അല്ലെങ്കിൽ ഒരു ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. നമ്മൾ എത്രയും നേരത്തെ ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ നടത്തണം, അത്രയും നേരത്തെ തന്നെ നമുക്ക് അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ ഒരു റെമഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെമഡി നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്പോഴും കുട്ടിയുടെ കേൾവിക്കുറവ് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ്. പലതരം റെമഡീസ് ഉണ്ട്, ഹിയറിംഗ് ഇംപ്ലാന്റ്സ്, ഹിയറിംഗ് എയ്ഡ്സ്, ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഓരോ കുട്ടിക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് നമുക്ക് എല്ലാവർക്കും ഒരു ടീമായി ഒരുമിച്ച് നിന്ന് എല്ലാ കുട്ടികൾക്കും കേൾവി ഉറപ്പാക്കാം.